കോൺഗ്രസിനെതിരായും രാഹുൽ ഗാന്ധിക്കെതിരായും നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങൾ എല്ലാ ദിവസവും ഉന്നയിച്ച് BJPയെ പ്രീതിപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത്. കാരണം പേടിയാണ്. ED കേസുകൾ ഇങ്ങനെ ചുറ്റും നിൽക്കുകയാണ്, കേന്ദ്ര ഏജൻസികളുടെ കേസുകൾ ഇങ്ങനെ ചുറ്റും നിൽക്കുകയാണ്. ഭയമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത്. ഭയം. പേടിച്ചാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആ കസേരയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഭരണകൂടത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് വിരുദ്ധതയും രാഹുൽ ഗാന്ധി വിരുദ്ധതയും നിരന്തരമായി കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, കേരളത്തിൻ്റെ പരിതാപകരമായ ഈ അവസ്ഥ പരിഹരിക്കാൻ എന്തു നടപടി നിങ്ങൾ സ്വീകരിക്കും എന്ന് പറയാൻ തയ്യാറുണ്ടോ എന്നാണ്. നവകേരള സദസ്സിൽ കേരളം മുഴുവൻ നടന്ന് 56,700 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് തരാനുണ്ടെന്ന് പ്രസംഗിച്ചു, ഇല്ലേ? അതില്ല എന്ന് ഞങ്ങൾ നിയമസഭയിൽ തെളിയിച്ചു. സുപ്രീം കോടതിയിൽ റിട്ട് പെറ്റീഷൻ കൊടുത്തപ്പോൾ ഈ 56,700 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്നുള്ളൊരു വാചകം ആ റിട്ട് പെറ്റീഷനിലില്ല. കടമെടുക്കാൻ ഇനി അനുവദിക്കണമെന്നാണ്. കടമെടുത്ത് കുളവായി നിൽക്കുകയാണ് കേരളം. 4 ലക്ഷം കോടി കഴിഞ്ഞു കേരളത്തിൻ്റെ കടബാധ്യത. ഇനിയും കടമെടുക്കാൻ അവസരം തരണം എന്ന് മാത്രമാണ് പെറ്റീഷനിലെ ആവശ്യം. അല്ലാതെ കേന്ദ്രത്തിൽ നിന്ന് 56,700 കോടി രൂപ കിട്ടാനുണ്ട് എന്നുള്ളൊരു വാചകം ഈ കേരളത്തെ ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ചു. കാരണം സുപ്രീം കോടതിയിൽ അത് പറയാൻ പറ്റില്ല. സുപ്രീം കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെടും. അതൊരു കള്ളക്കണക്കാണ്. ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയുടെ വിധി, ഈ കിഫ്ബിയെല്ലാം സംബന്ധിച്ചുള്ള സുപ്രീം കോടതിയുടെ വിധി കഴിഞ്ഞ നിരവധി വർഷങ്ങളായി കേരളത്തിലെ പ്രതിപക്ഷം പറയുന്ന വാചകങ്ങൾക്ക് അടിവരയിടുന്നതാണ്. കേരളത്തിലെ ഈ സാമ്പത്തിക ദുരന്തത്തിന് കാരണം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയതാണ് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ നറേറ്റീവാണ് സുപ്രീം കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതിനൊന്നും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. എല്ലാ ദിവസവും പറയുന്നത് കോൺഗ്രസ് വിരുദ്ധതയും രാഹുൽ ഗാന്ധിക്കും എതിരായിട്ടും മാത്രമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ LDFന്റെ സ്ഥാനാർത്ഥികൾക്ക് പോലും ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ പോയി വോട്ട് ചോദിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ഞാൻ പറഞ്ഞ 1 കോടി ആളുകൾക്ക് പെൻഷൻ കിട്ടാനുണ്ട്. എല്ലാ വീടുകളിലും ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു ഇരയായിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ട്. എല്ലായിടത്തും KSRTC പെൻഷൻ കിട്ടാത്തവർ, KSRTCയുടെ ശമ്പളം കിട്ടാത്തവർ, ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് ദുരിതമനുഭവിക്കുന്ന വനാതിർത്തികളിൽ ആളുകൾ, വന്യമൃഗശല്യം നേരിടുന്ന പ്രദേശങ്ങൾ സർക്കാർ ചെറുവിരൽ അനക്കുന്നില്ല. 7,000-ലധികം പേർക്കാണ് കോമ്പൻസേഷൻ കൊടുക്കാനുള്ളത്. കൃഷി മുഴുവൻ തകർന്നു തരിപ്പണമായി. ജപ്തിയാണ് കേരളം മുഴുവൻ. ജപ്തി നടപടികളാണ് കേരളം മുഴുവൻ. കർഷകരെല്ലാം വലിയ ദുഃഖത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്. ചെറുവിരൽ പോലും ഗവൺമെന്റ് അനക്കുന്നില്ല. എല്ലാ വകുപ്പുകളും തകർച്ചയിലാണ്. ഒരു നയാ പൈസ കയ്യിലില്ല. ഞങ്ങൾ 20-ൽ 20 സീറ്റും ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ, ഞങ്ങളുടെ പ്രതീക്ഷ. കഴിഞ്ഞ പ്രാവശ്യം 20-ൽ 19 സീറ്റാണ് കിട്ടിയത്. ഒരാൾ പിന്നീട് അപ്പുറത്തോട്ട് പോയതാണ്. അപ്പോൾ 18ആയി. ആ നഷ്ടപ്പെട്ട 2 സീറ്റ് കോട്ടയം, ആലപ്പുഴയും അടക്കം തിരിച്ചു പിടിച്ച് ഞങ്ങൾ ഇത് 20-ൽ 20 സീറ്റും ജയിക്കുമെന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. ഒരു കാര്യമില്ല. കേരളത്തിൽ യഥാർത്ഥത്തിൽ മത്സരം നടക്കുന്നത് UDFും LDFും തമ്മിലാണ്. BJPക്ക് കേരളത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഇടമില്ല. പക്ഷെ CPM ഇപ്പോൾ ചെയ്യുന്നത് എന്താ? BJPക്ക് ഒരു സ്പേസ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. കേരളത്തിൽ ഇടമുണ്ടാക്കാൻ നോക്കുക. അതാണ് LDF കൺവീനർ തന്നെ വന്ന് പറയുന്നത്. BJP ഒരുപാട് സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്ത് വരും. BJP പ്രസിഡന്റ് അല്ല പറഞ്ഞത്, LDF കൺവീനർ. അപ്പോൾ ഞങ്ങൾ മറുപടി പറഞ്ഞു, അത്രയും സ്ഥലത്ത്, അതായത് BJP എത്ര സ്ഥലത്ത് 2ാം സ്ഥാനത്ത് വരും, അത്രയും സ്ഥലത്ത് LDF 3ാം സ്ഥാനത്ത് പോകുന്നു. 2ാമത്തെ ദിവസം വീണ്ടും പറയുകയാണ് LDFന്റെ കൺവീനർ. എന്താ പറയുന്നത്? BJPയുടെ സ്ഥാനാർത്ഥികൾ നല്ല മിടുമിടുക്കന്മാരാണ്. സുരേന്ദ്രൻ അല്ല പറഞ്ഞത്. LDFന്റെ കൺവീനർ. എന്താണ് CPMൽ നടക്കുന്നത്?
BJP സ്ഥാനാർത്ഥികൾ മിടുമിടുക്കന്മാരാണ് എന്ന് പറയുന്നത് LDF കൺവീനർ EP ജയരാജൻ. അവിശുദ്ധ ബാന്ധവമാണ്.